വിളി കിട്ടിയവൻ വിളിയോട് വിശ്വസ്ത കാണിക്കണം. നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയിൽ വിശ്വസ്തനായിരിക്കുക. അത് നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ പ്രവർത്തനത്തിൽ. അബ്രഹാം വിശ്വസ്തൻ. എങ്ങനെയെന്നറിയോ? താൻ ഇത്രമാത്രം സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന ലോത്ത് ഇതാ വരണ്ട ഭൂമി തനിക്ക് തന്നിട്ട് ശ്രേഷ്ഠമായ ഭൂമി എടുത്തുകൊണ്ട് പോയി. പക്ഷേ ലോത്തെടുത്ത ഭൂമി പുറമേന്ന് കാണാൻ നല്ലതായിരുന്നു, ഉള്ളു മുഴുവൻ പൈശാചികമായിരുന്നു. അബ്രഹാം എടുത്ത സ്ഥലം പുറമേന്ന് വരേണ്ടതായിരുന്നു, ഉള്ളത് മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അബ്രഹാം പിതാവേ അറിഞ്ഞോ? അബ്രഹാം ചോദിച്ചു, എന്താ? നമ്മളെ ചതിച്ചിട്ട് പോയില്ലേ സഹോദരപുത്രൻ ലോത്ത്? ഇത്രയും നാൾ നമ്മളെ കൂടെ നിന്നല്ലേ, അവൻ എന്നെ പറ്റിയെന്നറിയാവോ? അബ്രഹാം ചോദിച്ചു, എന്താ പറ്റിയേ? അങ്ങയോട് കളിച്ചതിന് തക്കത് ഇപ്പം തന്നെ അവന് കിട്ടിയിട്ടുണ്ട്. അബ്രഹാം ചോദിച്ചു, എന്നെ പറ്റി പറ. ഇതാ അപ്പുറത്തെ ഷീനാർ രാജാവും കൂട്ടുകാരും എല്ലാം കൂടെ വന്നിട്ട് ലോത്തിനെയും കുടുംബത്തെയും മുഴുവൻ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന നാട്ടുപ്രഭുക്കന്മാരെയും കൂടെ ലോത്തിനെയും പിടിച്ചു കെട്ടിക്കൊണ്ട് അടിമയായി കൊണ്ടുപോയി. നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ച് എടുത്തതാ, അനുഭവിക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർക്ക് തൊട്ടടുത്ത് ഇരിപ്പതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയും? ദൈവം എന്നോട് കൂടെയുണ്ട്, എന്നോട് കളിച്ചാൽ. ഞങ്ങളുടെ അവിടെ ഈ അടുത്ത ദിവസം ഒരു മനുഷ്യൻ വീണു. മരത്തിൽ നിന്നിങ്ങനെ വീണിട്ട് കഴുത്തിന് കീഴ്പോട്ട് തളർന്നുപോയി. ഒരു കുടുംബനാഥനാണ്. കണ്ട കരച്ചിൽ വരും നമുക്ക്. ഞങ്ങളൊക്കെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കും, പറ്റുന്ന സഹായമൊക്കെ കൊടുക്കും. അയാളൊന്ന് എഴുന്നേക്കാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, അച്ഛൻ അറിയോ അവൻ വീണിൻ്റെ കാരണം എന്താണെന്നറിയോ? എന്താ? അതേ, ഇന്നാളൊരു അച്ഛൻ വന്നപ്പോൾ ഞങ്ങളൊക്കെ എഴുന്നേറ്റു. അപ്പോൾ ഇവനുണ്ടല്ലോ എഴുന്നേറ്റില്ല, ഇവൻ ധിക്കാരത്തോടെ അവിടെ ഇരുന്നു. അതിന് കിട്ടിയ ശിക്ഷയാണ്. ആളുകൾ പറഞ്ഞങ്ങ് പരത്തി, ഒരച്ഛനെ കണ്ട് എഴുന്നേക്കാത്തതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണ്. അപ്പോൾ അങ്ങനത്തെ ദൈവമാണ് നമ്മുടെ ദൈവം. അയാളുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രതിസന്ധിയിൽ അയാളോടൊപ്പം നിന്ന് സഹായിക്കേണ്ടതിന് പകരം മാറി നിന്നിട്ട് അതിനൊരു കാരണം കണ്ടുപിടിക്കുക. ഇതാ അബ്രഹാമിനോട് സമ്പത്തെല്ലാം പിടിച്ചു പറിച്ചുകൊണ്ട് ലോത്ത് പോയി. ഇപ്പം ലോത്തിനൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ല, എല്ലാം നാട്ടുരാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയി. നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞേനെ? എന്നോട് കാണിച്ചതിന് അങ്ങനെ ഇരിക്കും. പക്ഷേ അബ്രഹാം അങ്ങനെയല്ല പറഞ്ഞത്. ചാടി എഴുന്നേറ്റ് അബ്രഹാം. വിശ്വസ്തൻ്റെ പ്രത്യേകത അത് പറയാൻ അച്ഛനത് പറയുന്നത്. അവൻ ചാടി എഴുന്നേറ്റു. എൻ്റെ സഹോദരൻ ബന്ധനത്തിലാണോ? അവൻ പ്രതിസന്ധിയിലാണോ? എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? 318 അഭ്യാസികളെയും കൂട്ടിക്കൊണ്ട് അവൻ ഓടിച്ചെന്ന് സഹോദരനെ വീണ്ടെടുത്തു. ഒരു ഹല്ലേലൂയ പറ, ഒന്ന് ഉറക്കെ പറ. വിശ്വസ്തൻ്റെ പ്രത്യേകതയാണ്, അനുഗ്രഹിക്കപ്പെടാനുള്ളവൻ്റെ പ്രത്യേകതയാണ്, അവൻ സഹജീവിയെ സ്നേഹിക്കാൻ തുടങ്ങും. ഈ കുറ്റം പറഞ്ഞും വെറുപ്പ് പറഞ്ഞും കുനിഷ്ട് പറഞ്ഞും തല്ലിയും കുത്തിയും നമുക്ക് ചേർന്ന പരിപാടിയല്ല. പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. അടി ഇടി ഇത് നമുക്ക് ചേർന്നൊരു പരിപാടിയല്ല. വേറൊരുത്തന്നെ തല്ലുക, ഇടിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ച ഞാൻ പറയാം. എനിക്ക് ഈ ആരോഗ്യം ഇച്ചിരി കുറവായിരുന്നു. ഇന്ന് ഇത്രയും മുഴുപ്പൊന്നും ഇല്ല. ഇപ്പോഴാണ് ഈ ഫുട്ബോൾ പോലെ ആയത്. അന്നിങ്ങനെ വര പോലെ ഇരുന്നത്. എങ്കിലും മനസ്സിനകത്ത് ഇങ്ങനെ കലിപ്പ് കയറിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു കൂട്ടുകാരൻ്റെ പേര്, അവനൊക്കെ തല്ലി കൊല്ലണം എന്നുള്ള ചിന്തയുള്ളൂ. നേരിട്ട് തല്ലാൻ പേടിയാണ്. അതുകൊണ്ടാണ് രാത്രി പള്ളിപ്പെരുന്നാളിന് രാത്രിയിൽ എല്ലാവരും അവനൊക്കെ ഇച്ചിരി 1:30 ഇട്ടിരിക്കുമ്പോൾ പോയി തല്ലിയാൽ അടിച്ച് വീഴ്ത്തുകയും ചെയ്യാം. വിറക് കൊല്ലം കൊണ്ടൊക്കെ തല്ല. ഇതൊക്കെ മനസ്സിലെ പ്ലാൻ. എന്നിട്ട് രാത്രി ആകുമ്പോഴെന്താ പരിപാടി എന്നറിയോ? രാത്രി ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് രാത്രിയെ തിരിച്ചു വരുന്നെങ്കിൽ എൻ്റെ ഒരു കുഴപ്പമായിരുന്നു. രാത്രി തിരിച്ചു വരുമ്പോൾ ആരും ഇല്ലെങ്കിൽ, എൻ്റെ വീടൊരു വയലിൻ്റെ കരയിലായിരുന്നു അന്ന്. അപ്പം നടന്നു പോകുമ്പം ഒരു 100-500 മീറ്റർ വയലിൽ കൂടെ നടന്നു പോകണം, ആരുമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് പോകും. ചുണ്ടുകൊണ്ട് ഉറക്കെ പറയും, ഇങ്ങോട്ട് വാട നിന്നെ ശരിയെ തരട ചവിട്ടി കൂട്ടി എന്നൊക്കെ പറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ട് പോകും. ചിലപ്പോൾ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അവർ എനിക്ക് പുള്ളി ഇങ്ങനെ വട്ടാണോ, ഉള്ളി കിടക്കുന്ന കലിപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക. തല്ലണം കൊല്ലണം ഈ ചിന്തയുള്ളൂ. ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നാണോ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ചീത്ത വാക്കുകൾ പറയുക? ഇതാ അബ്രഹാം വിശ്വസ്തൻ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. സ്നേഹം കണ്ടോ ദൈവമക്കളെ? അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് സ്നേഹം പകരുക. എവിടെയൊക്കെ ദരിദ്രനെ കണ്ടാൽ സ്നേഹിക്കാൻ പറ്റണം. വിശ്വസ്തനെ പറ്റുള്ളൂ. അവിശ്വസ്തൻ എന്ത് ചെയ്യുന്ന അറിയാം? ദരിദ്രനെ കണ്ടാൽ ഓടും. സ്നേഹിക്കാൻ പറ്റില്ല. ഒരനുഭവം കൂടെ ഞാൻ പറയാം. ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പം ഇവിടെ നവജീവൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നവജീവൻ ദൈവവിളി കിട്ടിയതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അവിടെ കണ്ടത്. അവിടെ വന്നു കഴിഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തരോട് വിടുക. എന്നെ ഒരു കത്തോലിക്ക അച്ഛൻ്റെ കൂടെ വിട്ടു. ഈ നവജീവന് വന്നപ്പോൾ എനിക്ക് ആകെ വിഷമം. മാനസിക രോഗികൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവർ അവരുടെ കൂടെയൊക്കെ ശുശ്രൂഷ. എനിക്കാണെങ്കിൽ അങ്ങ് മടുത്തിട്ട് വയ്യ. അവരുടെ കൂടെ നിന്ന് കപ്പയും മീനും കഴിക്കണം. നമുക്കൊരു അറപ്പും ഇതൊക്കെ. നമ്മളെ വിചാരം നമ്മൾ വലിയ ദൈവശാസ്ത്രമൊക്കെ പഠിച്ച് വരുന്ന ആളല്ലേ, ഇതും കൂടെ കൂടി ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അവസാനം ഞാൻ ഒരു കത്തോലിക്ക അച്ഛൻ്റെ കൂടെ എന്നെ പറഞ്ഞു വിട്ടു. ഓരോരുത്തർക്കും ഓരോ അച്ഛന്മാർ. എനിക്കൊരു സുന്ദരനൊരച്ഛൻ, കണ്ടാൽ തന്നെ നമ്മുടെ കുഞ്ചാക്കോ ബാവനെ പോലെ ഇരിക്കുന്നത്. നല്ലൊരു ചോക്ലേറ്റ് അച്ഛൻ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. കൊള്ളാം, നല്ലൊരു മനുഷ്യൻ.
ഈ അച്ഛൻ എന്നെ കണ്ടപ്പോൾ വലിയ സ്നേഹമായി. ഞാനും ചെറുതാണല്ലോ. അച്ഛൻ എൻ്റെ കയ്യിലൊക്കെ പിടിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. കുറേ എണ്ണം കൂടെ മാനസിക രോഗികളുടെ കൂടെ, ഞാനൊരു കത്തോലിക്ക അച്ഛൻ്റെ കൂടെ എനിക്ക് വലിയ ശ്രേഷ്ഠത. ഒരു 200 മീറ്റർ പോയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, അബദ്ധത്തിൽ പെട്ടു. കാരണം എന്തറിയോ, ഈ അച്ഛൻ വണ്ടി കയറില്ല, നടപ്പാണ്. എന്തിനേയും നടക്കണമെന്നറിയോ, ഈ നടക്കുന്ന വഴിക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ മുഴുവൻ പറക്കിയെടുക്കും. അതെന്തിനാ പറക്കിയെടുക്കണമെന്നറിയോ, അതൊക്കെ അനാഥാലയത്തിൽ ഈ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പൊട്ടാത്തൊക്കെ എന്നോട് പറഞ്ഞു പറക്കിക്കോളം പറഞ്ഞ്. ആകെ നാണക്കേടായിട്ട് മേല കുപ്പി പറക്കണ ജോലിയാണ് ഇപ്പോൾ. സെമിനാരി പഠിത്തം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ അത് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പറക്കാമെന്ന് വിചാരിക്കാം. ഈ അച്ഛന് വേറൊരു കുഴപ്പമുണ്ട്. ഈ ഭാഗത്ത് ഞങ്ങളെ പോയ ഈ നവജീവൻ ആ ഭാഗത്ത് കുറേ കുരിശും തൊട്ടിയുണ്ട്. നട്ടുച്ച സമയത്താണ് കുരിശും തൊട്ടി കണ്ട അച്ഛൻ ഒരൊറ്റ സ്വഭാവമുണ്ട്, അപ്പം മുട്ടുകുത്തും. അത് യാക്കോബക്കാരൻ്റെ ആണെങ്കിലും വേണ്ടില്ല, കത്തോലിക്കിൻ്റെ ആണെങ്കിലും വേണ്ടില്ല, മർത്തോമക്കാരൻ്റെ ആണെങ്കിലും വേണ്ടില്ല. കുരിശും തൊട്ടി കണ്ട അച്ഛൻ മുട്ടുകുത്തും. എന്നിട്ട് ബ്രദറെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ. എനിക്കാണെങ്കിൽ നാണായിട്ട് മേല, നാണക്കേട്, മുട്ടുകുത്തി പ്രാർത്ഥനയും തുടങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓർക്കണം, ദൈവവിളി ഉള്ളവൻ്റെയും ദൈവവിളി നിഷേധിച്ചവൻ്റെയും പ്രത്യേകത അച്ഛൻ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോകാം. ഞാൻ പറഞ്ഞു അത് കുഴപ്പമുള്ള കാര്യമല്ല, മദർ തെരേസൊക്കെ ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ വലിയ റേഞ്ചിലെത്തി. മദർ തെരേസൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. മെഡിക്കൽ കോളേജിൽ ആരോ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 2 സ്റ്റീൽ ചെരുവത്തിനകത്ത് കഞ്ഞിയും പയറും വാങ്ങി. ഒന്ന് എൻ്റെ കയ്യിൽ തന്നു, ഒന്ന് അച്ഛൻ പഠിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആണുങ്ങളുടെ വാർഡ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, അസ്ഥി ഒടിഞ്ഞ വാർഡാണ്. അവിടെ കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങറ്റത്ത് ടോയ്ലറ്റിൻ്റെ അടുത്ത് ബെഡിൻ്റെ താഴെ കിടക്കുന്ന രോഗി നമ്മുടെ രോഗിയാണ്, ആരുമില്ലാത്തതാണ്, ഏതൊരു ഭിക്ഷക്കാരനാണ്, കർണാടകക്കാരൻ. അയാളെ നമ്മളാണ് നോക്കുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കണം, ബ്രദർ അവിടെ കൊണ്ട് കൊടുക്കണം. ഞാൻ വലിയ സന്തോഷത്തിൽ ഈ പാത്രത്തിനകത്ത് കഞ്ഞിയും പയറും വാങ്ങിപ്പോവുകയാണ്. അച്ഛൻ വേറൊരു രോഗിയുടെ അടുത്തേക്ക്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ എത്തിയപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാർഡ്ബോർഡിലാണ് കിടക്കുന്നത്, കാർഡ്ബോർഡ് കടലാസിൽ. യൂറിൻ തന്നെത്താനെ പാസ് ചെയ്തിട്ട് ഈ കാർഡ്ബോർഡ് ദ്രവിച്ച് ദുർഗന്ധം. എനിക്കതിൻ്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ ഓക്കാനും വരികയാണ്. ഞാൻ ആരാണ്? പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദൈവവിളിയുള്ളവൻ, മറ്റൊരു പുരോഹിതൻ. ഒരു രോഗി അവിടെ കിടക്കുന്നത്. എന്നോട് പറഞ്ഞു ഭക്ഷണം കൊടുക്കണം. ഞാൻ ഈ കഞ്ഞി പാത്രത്തിൽ നിന്നെടുത്തപ്പോൾ വിശന്ന് വലഞ്ഞ ഈ അസ്ഥി പഞ്ചരമായ ഈ ഭിക്ഷക്കാരൻ, കാലിൽ പ്ലാസ്റ്ററാണ്, ഇയാൾ എൻ്റെ നേരെ നോക്കി തലയിങ്ങനെ വെട്ടി അടിച്ചിട്ട് വായി ഇങ്ങനെ തുറന്നു. പെരുത്തോരു വായി. വാ തുറന്നപ്പോൾ ഒരു 3-4 മീറ്റർ അകലെ ഞാൻ നിൽക്കുന്നത്. ദുർഗന്ധം അവിടെ അടിക്കുന്നുണ്ട്. വാ തുറന്നപ്പോൾ അത്രയും വലിയ ദുർഗന്ധം സഹിക്കാൻ പറ്റാതെ എൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഓക്കാനും വന്നിട്ട് ഞാൻ ഓ എന്ന് പറഞ്ഞിട്ട് ഈ കഞ്ഞിപ്പാത്രം കൊണ്ട് തിരിച്ചു പോയി. അപ്പോൾ ഈ സുന്ദരനായി അച്ഛൻ ഓടി വന്ന്, പറ്റുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല അച്ഛാ. ഈ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ ചോറും പാത്രം അങ്ങ് വാങ്ങി കാണിച്ച് ശുശ്രൂഷ കാണണം. ഈ ചട പിടിച്ച് ഈ ദുർഗന്ധം പിടിച്ച് കിടക്കുന്ന ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ മുട്ടുകുത്തി. അച്ഛൻ മുട്ടുകുത്തി കഴിഞ്ഞിട്ട് അയാളുടെ തല പൊക്കി അച്ഛൻ്റെ കൈമുട്ടിലിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട്, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇടുന്ന പോലെ അവിടെ ഇട്ട്. അയാൾ കിടന്നിട്ട് വിശന്നിട്ട് വാ വിളിക്കുകയാണ്. എന്നിട്ട് എന്നോട് കഞ്ഞിയും കൊണ്ടുവരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ കുറച്ച് കഞ്ഞിയും ചെറുപയറും കൂടെ ഇങ്ങനെ പതുക്കെ കുറച്ച് തോണ്ടിയെടുത്ത് ഈ തുറന്നിരിക്കുന്ന വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട്, യേശു നിന്നെ സ്നേഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞങ്ങ് ഒഴിച്ചു കൊടുത്തു. കഞ്ഞി അങ്ങോട്ട് ചെന്നത് ഞാൻ കണ്ടുള്ളൂ. അതിനേക്കാൾ സ്പീഡിൽ നിന്ന് ഈ വയറ്റിൽ നിന്ന് ഗ്യാസും ഈ കഞ്ഞിയും കൂടി തികട്ടി ഛർദിലായിട്ട് പുറത്തേക്ക് വന്നു. ഈ അച്ഛൻ്റെ കയ്യെ കൂടെയും ഷർട്ടേ കൂടിയും ഞാനൊരൊറ്റ ഓട്ടം ഓടി. എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. നിന്നാൽ ഞാൻ ഛർദ്ദിക്കും. ആ അച്ഛൻ പെരുവിരൽ കൊണ്ട് പതുക്കെ അതിങ്ങനെ തോണ്ടി മാറ്റിയിട്ട് ഒരു പേപ്പർ കഷ്ണത്തിൽ മെല്ലെ തുടച്ച് മാറ്റിയിട്ട് വീണ്ടും കൊടുത്ത് അയാൾക്ക് തൃപ്തിയാകുന്നവരെ കോരിക്കൊടുത്തു. ദൈവാനുഗ്രഹം കിട്ടിയവൻ സഹജീവിയെ സ്നേഹിക്കും. അച്ഛൻ കണ്ടത് ആ വ്യക്തിയുടെ ശരീരമോ ശരീരത്തിൻ്റെ പുറത്ത് കിടക്കുന്ന ദുർഗന്ധമല്ല, അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവനെയാണ്. ഞാൻ എന്താ കണ്ടത്? അവൻ്റെ ദുർഗന്ധം വമിക്കുന്ന ശരീരവും വൃത്തിയില്ലാത്ത അവൻ്റെ വായും അവൻ്റെ അധരവുമാണ് ഞാൻ കണ്ടത്. അച്ഛൻ കണ്ടത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവനാണ്. ഇതാണ് പ്രത്യേകത. അച്ഛൻ അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞു. എനിക്ക് അവനെ കണ്ടപ്പോൾ അറപ്പ് തോന്നി. നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഒരഹങ്കാരം കൂടെ പറയട്ടെ. ഇപ്പം ഞാൻ നടത്തുന്ന പള്ളിയിൽ ഞാനൊരു ദിവസം ഒരു വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ അമ്മയും മക്കളും കൂടെ പേടിച്ച് പറിച്ചിരിക്കുക ചെന്തേ. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛാ, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് 4 സൈഡിൽ കൂടെ വലിച്ചു കെട്ടിയിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നീല ഷീറ്റില്ലേ, പൊളിത്തീൻ ഷീറ്റ്, 4 സൈഡിൽ കൂടെ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഒരു അമ്മയും 2 പെൺമക്കളും. അപ്പൻ ജോലിക്ക് പോയിരിക്കുകയാണ്, കൂലിപ്പണിക്ക് പോയി തിരിച്ചു വന്നിട്ടില്ല. അന്ന് പേടിച്ച് പറിച്ചിരുന്നത് എന്തിനാണെന്നറിയോ? തലേ ദിവസം സന്ധ്യയ്ക്ക് ഈ സ്ത്രീ കുളിക്കാൻ രാത്രി 7 മണിയായിട്ടല്ലേ കുളിക്കാൻ ഇറങ്ങത്തുള്ളൂ. ബാത്റൂമൊന്നുമില്ല. ഇരുട്ടത്ത് ഒരു തുണി വലിച്ചു കെട്ടിൻ്റെ മറവിലാണ് ഈ അമ്മ കുളിക്കുന്നത്. ചെറുപ്പക്കാരി 10-35 വയസ്സുള്ള സ്ത്രീ. അവളൊന്ന് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അടുത്തുള്ളൊരു ദുഷ്ടനായ മനുഷ്യൻ അവൾ കുളിക്കുന്നിടത്ത് ഒന്ന് ഒച്ചയുണ്ടാക്കി. ആ കുളിക്കുന്നതൊന്ന് കാണാനോ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അവൾ പേടിച്ചരണ്ട് വീട്ടിൽ കയറി.
ഇവൻ ആ പ്ലാസ്റ്റിക്കിലിട്ട് തട്ടിയപ്പോൾ ഇവൾ പേടിച്ച് വിറച്ചു പോയി. അവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്, ഭർത്താവ് വന്നിട്ടുമില്ല. ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഉള്ളിൽ 13, 9 വയസ്സുള്ള 2 പെൺപിള്ളേരെയും കൊണ്ട് ഈ അമ്മ ജീവിക്കുകയാണ്. എങ്ങനെ പേടിച്ചിട്ട് ജീവിക്കും? എന്നോട് പറഞ്ഞ അച്ഛാ, 4 സൈഡും കട്ട വെച്ചൊരു വീടുണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനമായേനെ. ഒരു വീട് പണിത് കൊടുക്കാനുള്ള കാശ് എൻ്റെ അടുത്തുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പള്ളിയിൽ ചെന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് എല്ലാവരും കൂടെ കൂടി കുറച്ച് പൈസയൊക്കെ തന്നു, കട്ടയിറക്കി ഞങ്ങളൊരു വീട് പണിത്. അവർക്കൊരു വീട് പണിത്. കൂദാശയുടെ സമയമായി. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഭവന സന്ദർശനം വേറൊരു വീട്ടിൽ ചെന്ന്. അപ്പോൾ ഒരു ചേച്ചി എന്നെ നോക്കി കരഞ്ഞു, എൻ്റെ കയ്യെ കയറി പിടിച്ച് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവർക്ക് വീടുണ്ടാക്കി കൊടുത്തപ്പം ഞങ്ങൾക്കും കൂടെ ഒരു വീടിന് വല്ല വഴിയുണ്ടോ? ഞങ്ങളുടെ വീട് കണ്ടോ? നോക്കി, ഓടിട്ടൊരു വീടാണ്. ഒരു മുറിയും ഒരടുക്കള, ഒരു ഓടിട്ട വീട്. ഒറ്റ പട്ടിക കഷ്ണമില്ല. പട്ടിക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഈ ഓടിയിരിക്കുന്ന ചെറിയ മരത്തിൻ്റെ കഷ്ണം, അത് മുഴുവൻ ചതലെടുത്ത് പോയിട്ട് ഇങ്ങനെ കാപ്പിക്കമ്പ് ഇങ്ങനെ കുത്തിവെച്ചിരിക്കുക. ഈ മഴക്കാലം തികയ്ക്കും തോന്നണില്ല. അവസ്ഥ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ചേച്ചി, ഒരു വീട് പണിത് എങ്ങനെയാണെന്ന് അറിയാം, എവിടെ നിന്നൊക്കെ പിരിവെടുത്ത് എങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം അറിയാം. ഇനി തൽക്കാലം നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 10-25,000 രൂപയെങ്കിലും സംഘടിപ്പിച്ച് തരികയാണെങ്കിൽ മേൽക്കൂര മാത്രം എന്തെങ്കിലുമൊക്കെ കാട്ടിവെക്കാം. ഞാൻ പറഞ്ഞു, 25,000 രൂപ വെച്ചിട്ട് പള്ളി ചാരിറ്റിയിൽ അങ്ങനെയൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഉള്ളത് മുഴുവൻ എടുത്തിട്ടുണ്ട്, ഒന്നും നിവൃത്തിയില്ല. ഇതെന്നെ വിടാതെ പിടിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലല്ലോ, ചേച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുകയും. ഞാൻ പറഞ്ഞതല്ലെന്ന് വിചാരിച്ച് ഈ പെണ്ണുമ്പിള്ള പ്രാർത്ഥന തുടങ്ങി. പള്ളിയിൽ വന്ന് ഈ പെണ്ണ് 2 കുഞ്ഞു പിള്ളേരെ കൊണ്ട് പ്രാർത്ഥന തുടങ്ങി. ഓരോ ദിവസവും ഇത് പ്രാർത്ഥിക്കണം കാണുമ്പോൾ എൻ്റെ ചങ്കിടിഞ്ഞു പോകും. ദൈവമേ, തൽക്കാലം എങ്ങതിന് വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശേഷി നമ്മുടെ കയ്യിലില്ല. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ ആ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു. തിരുവാങ്കുളത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ വീടിനുള്ള പൈസ അയച്ചു തന്നു. വീട് പണിതു. പെരകുദാശയ്ക്ക് പാത്രം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഏവെങ്കിലും വായിക്കുകയാണ്. കുടുംബനാഥൻ്റെ പാത്രമൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. തളികയിൽ പാത്രമൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഈ സക്കായുടെ ഭാഗം വായിച്ച് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ വായിച്ച് പ്രാർത്ഥിക്കുമ്പം ആ കുടുംബനാഥൻ്റെ കണ്ണിൽ നിന്ന് ഈ കരിവേപ്പിലിട്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കടപടാന്ന് കണ്ണീര് വീഴുക. ഞാനും കരഞ്ഞു, അതുപോലെ കരഞ്ഞു വീഴുക. അപ്പുറത്തേക്ക് നോക്കുമ്പം കുഞ്ഞുമക്കളും ചേച്ചി ഇരുന്ന് കരയുക. കുഞ്ഞുമക്കളും ചേച്ചിയും കരയുക. എന്താ കാരണം എന്നറിയോ? പ്രാർത്ഥനയ്ക്ക് ഇത്രയും വലിയ ശക്തി ഉണ്ടെന്ന് അതുങ്ങൾ, വീട് കിട്ടിയതുകൊണ്ടല്ല, പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് അതുങ്ങൾ മനസ്സിലാക്കി. ഞാൻ വേണമെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു വീട് പണിത് കൊടുക്കുക, അതാണ് പരമാവധി. എന്നിട്ട് അത് തീർന്നില്ല. ഈ പാവങ്ങളിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ഒരു വീട് പണിയാനുള്ളത് കുറേ ആയിട്ട് ദൈവം അവർക്ക് അയച്ചു കൊടുത്തു. ഒരു വീട് വെച്ച് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ വീടിൻ്റെ ഉള്ളിനകത്ത് കയറി കഴിയുമ്പോഴാണ് അവരനുഭവിക്കുന്ന സ്നേഹം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് ദൈവവിളിയുടെ പ്രത്യേകത. ദൈവവിളിയുടെ പ്രത്യേകത. ആ ഇടവകയിൽ 2 വീടും കൂടെ പണിയാനുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരാനായി. ഒരു വീടുണ്ട്. ഞങ്ങൾ പറഞ്ഞു പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. എവിടെ നിന്നാണെന്ന് അറിയാമല്ലോ, എല്ലാ കാര്യവും നടക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വാർക്ക് ചെയ്തതിൻ്റെ എല്ലാ കാര്യവും നടക്കുന്നു. എന്തിനാ പറഞ്ഞെന്നറിയോ? പ്രാർത്ഥിച്ചാൽ, സ്നേഹിച്ചാൽ ദൈവം, ബാക്കി പറ, നടത്തും. ദൈവം. അപ്പം അബ്രഹാമിൻ്റെ പ്രത്യേകത കണ്ടോ? അവനെ സ്നേഹിക്കാൻ തുടങ്ങി, കൊടുക്കാൻ തുടങ്ങി. സഹജീവിക്ക് കൊടുക്കാൻ തുടങ്ങി, കൊടുത്ത് സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങുന്നതാണ് അനുഗ്രഹത്തിൻ്റെ ഘടകം. അപ്പോൾ എന്തിനാണ് വിളിച്ചത്? അപ്പോൾ നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ്? ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത് ഒരൊറ്റ കാര്യത്തിനാണ്. എന്തിനാണ്? അനുഗ്രഹിക്കപ്പെടാൻ. ഉറക്കെ പറ, നീ ഒരു അനുഗ്രഹമായി തീരും. നീ ഒരു അനുഗ്രഹമായി തീരും. അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. 2-3 കാര്യങ്ങൾ വേണം. 1, വിശുദ്ധി കൂടാതെ ദൈവാനുഗ്രഹം തലയിൽ വീഴുമെന്ന് വിചാരിക്കരുത്. ഹൃദയ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ഏത് മേഖലയിലാണോ നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, അയൽവക്കത്തുള്ള ആളെയല്ല നോക്കേണ്ടത്, വിശ്വസ്തനായ ദൈവത്തെ നോക്കി ജീവിക്കുക. 3, സ്നേഹം പങ്കുവെക്കുക. സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ദൈവത്തെ സ്നേഹിക്കുക, ദൈവാരാധന ജീവിക്കുക. ഇതിനു വേണ്ടിയുള്ള സെലക്ഷൻ്റെ പേരാണ് ക്രൈസ്തവ ജീവിതം. ഈ ക്രൈസ്തവ ജീവിതത്തെ വിളിക്കുന്ന പേരാണ് രക്ഷാജീവിതം. അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് രക്ഷാജീവിതം. ഈ രക്ഷാജീവിതത്തിൻ്റെ അടയാളം നമ്മളിൽ മുദ്രകുത്തുന്ന കൂദാശയുടെ പേരാണ് മാമോദീസ. മാമോദീസ എന്ന് പറഞ്ഞാൽ നീ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ കൂദാശയാണ്. അങ്ങനെയാണെങ്കിൽ സഭയുടെ അടിസ്ഥാന കൂദാശ ഏതാ? മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കാത്തൊരു വ്യക്തിക്ക് വേറൊരു കൂദാശയും സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം അടിസ്ഥാന കൂദാശ മാമോദീസയാണ്. സെലക്ഷനായി കഴിയുന്നതാണ്. നീ ദൈവകൃപാവരങ്ങൾക്ക് യോഗ്യനായി എന്നുള്ളതിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട കൂദാശയാണ് മാമോദീസ. മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞാൽ
ഇനി രക്ഷാജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങളും നീ ഇത് അതിനു വേണ്ടി അർഹതയുള്ളവനായി. അതുകൊണ്ടാണ് പറയുന്നത് സ്നാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ സ്നാനം എന്ന് പറഞ്ഞാൽ? എന്താ സ്നാനം എന്ന് പറഞ്ഞാൽ? വായിക്കാം. 1 പത്രോസ് 3-19 മുതലുള്ള തിരുവചനം. ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. ഇത് ഇത്രയാണ് പറയുന്നത്. പാപം നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവം ജലപ്രളയം ഉണ്ടാക്കി ഈ ഭൂമിയെ ശുദ്ധീകരിക്കുകയാണ്. പാപികളെല്ലാം ജലപ്രളയത്തിൽ പെട്ടുപോയി. നോഹയും മക്കളും മരുമക്കളും അവരെല്ലാവരും അടക്കം 8 പേർ മാത്രം പ്രളയത്തിൽ രക്ഷപ്പെട്ടു. ഇനി താഴെ പറയാണ്, അതിന്റെ സാദൃശ്യമുള്ള ആ ജലത്തിന്റെ മുകളിൽ ഒരു രക്ഷയുണ്ടായി. ആ ജലപ്രളയത്തിന്റെ മുകളിൽ പെട്ടകത്തിലൂടെ, കൃപാപെട്ടകത്തിൽ ഒരു രക്ഷയുണ്ടായി. അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അതു നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമാർജനമല്ല. ശ്രദ്ധിക്കുക, ഇനി മാമോദീസയെ കുറിച്ചാണ് കേൾക്കുന്നത്. വിളിച്ച് വേർതിരിക്കപ്പെട്ടവന് ഈ കൂദാസയിലൂടെയാണ് രക്ഷാകരമായ കൃപാവരങ്ങളുടെ വാതിലിൻ്റെ മുമ്പിൽ കൊണ്ട് ദൈവം നിർത്തിയത്. മനസ്സിലാവുന്നു? ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ തലയിലേക്ക് ഒഴുകാൻ ദൈവം നിന്നെ സെലക്ട് ചെയ്തു, ഒരു വാതിലിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അതാണ് ഈ കൂദാശ. മാമോദീസ എന്ന കൂദാശ അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമാർജനമല്ല. ഓർക്കുക, ശരീരത്തിന് തന്ന ഒരു കൂദാശയല്ല മാമോദീസ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.